മെയ് 2 വ്യാഴാഴ്ച. യോഹന്നാൻ 15-ാം അധ്യായം 9 മുതൽ 11 വരെ വാക്യങ്ങൾ. ഒരിക്കൽ ഒരു സ്ത്രീ തൻ്റെ ഭർത്താവിനെതിരെ പരാതിപ്പെട്ടു. എൻ്റെ ഭർത്താവ് എപ്പോഴും എന്നെ മറ്റുള്ളവരോട് പുകഴ്ത്തി പറയുന്നു. അവൻ എന്നെക്കുറിച്ച് പറഞ്ഞ നല്ല കാര്യങ്ങൾ സുഹൃത്തുക്കളിൽ നിന്ന് ഞാൻ നിരന്തരം കേൾക്കുന്നു. എന്നാൽ എനിക്ക് ഇഷ്ടപ്പെടാത്തത് അവൻ ഒരിക്കലും എന്നോട് ഈ കാര്യങ്ങൾ എൻ്റെ മുഖത്ത് നോക്കി പറയാറില്ല. നമ്മൾ സ്നേഹിക്കുന്നവരോട് നമ്മുടെ സ്നേഹം നിസ്സാരമായി എടുക്കാൻ ഒരു പ്രവണതയുണ്ട്. ടേക്കിംഗ് ഇറ്റ് ഫോർ ഗ്രാൻറ്റഡ്. എല്ലാവരും സ്നേഹിക്കപ്പെടുന്നുവെന്ന് ഉറപ്പ് നൽകേണ്ടതിൻ്റെ ആവശ്യകത നമ്മൾ മറക്കുന്നു. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് ദൈവസ്നേഹത്താൽ മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിനുള്ള മാർഗങ്ങൾ യേശു നമ്മെ ഉപദേശിക്കുന്നു. എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുക. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിക്കുകയും അവൻ്റെ സ്നേഹത്തിൽ വസിക്കുകയും ചെയ്യുന്നത് പോലെ നിങ്ങളും എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ ഇടയ്ക്കിടെ ഉപയോഗിക്കുന്ന നിലനിൽക്കുക എന്ന ചെറിയ പദത്തെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ. ഗ്രീക്കിൽ മെനേൻ എന്നാണ് ഇതിനെ പറയുന്നത്. ദൈവത്തിൻ്റെ സ്നേഹം നിരുപാധികമായി ഒരു കൃപയായി നൽകപ്പെടുന്നു. എന്നാൽ ആ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് തീർച്ചയായും ചില കൽപ്പനകൾ പാലിക്കുമ്പോഴാണ്. ഇങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്നത്. ദൈവസ്നേഹത്തിൽ യഥാർത്ഥത്തിൽ നമ്മൾ വസിക്കാനും അതിൽ നിലനിൽക്കാനും സാധിക്കുന്നത് നമ്മൾ കൊടുക്കുന്ന അളവിൽ മാത്രമേ സാധിക്കൂ. നാം സ്നേഹത്തെ ചെറുക്കുകയോ അല്ലെങ്കിൽ ആർക്കും വിട്ടുകൊടുക്കാതെ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുകയോ ചെയ്താൽ അത് ഒരിക്കലും നമ്മുടെ ഹൃദയത്തിലേക്കും ശരീരത്തിലേക്കും മനസ്സിലേക്കും പ്രവേശിക്കുകയില്ല. എന്നാൽ നാം വിട്ടുകൊടുത്താൽ നമുക്ക് കൂടുതൽ ലഭിക്കും. കൃപയുടെ ആനന്ദകരമായൊരു പ്രവാഹത്തിലേക്ക് നമ്മൾ പ്രവേശിക്കും. ദൈവിക സ്നേഹം നമ്മൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുമ്പോൾ അത് നമ്മളിൽ അവശേഷിക്കും. ഇതാണ് കൃപയുടെ സഹകരണത്തിൻ്റെ മഹത്തായ കത്തോലിക്ക സിദ്ധാന്തം. ചില പരിഷ്കർത്താക്കൾ ചെയ്തതുപോലെ ഞങ്ങൾ നിയമത്തിനും കൃപയ്ക്കും ഇടയിൽ വലിയ അകലം പാലിക്കുന്നില്ല. പകരം ദൈവമായിരിക്കുന്ന സ്നേഹത്തിൽ പങ്കുചേരാൻ നിയമവും കൽപ്പനയും നമ്മെ അനുവദിക്കുന്നുവെന്ന് നമ്മൾ പറയുന്നു. സ്വാഭാവികവും നിരുപാധികവുമായ സ്നേഹത്തിൻ്റെ ഒരു വിളയാട്ടമാണിത്. അതുകൊണ്ടാണ് നമുക്ക് സ്നേഹത്തിൽ വളരാൻ സാധിക്കുക. എല്ലാവരുമായി സ്നേഹം പങ്കുവയ്ക്കാനുള്ള അനുഗ്രഹത്തിനായി നമുക്ക് യാചിക്കാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.